നിങ്ങൾ എങ്ങനെയാണ് ഡിസ്റെസ്പെക്റ്റിനെ നേരിടുക? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു മാൻ അവൻ്റെ ജീവിതം തന്നെ കൈവിട്ട് പ്രതികരിക്കുന്നത് ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ് സ്ത്രീകൾ കൂടുതൽ ഇമോഷണലും അതുപോലെ പുരുഷന്മാർ ലോജിക്കലുമാണെന്നുള്ളത്. എന്നാൽ പുരുഷന്മാർ പോലും അവരുടെ എല്ലാ തരത്തിലുള്ള ലോജിക്കൽ തോട്ട്സും ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ മറന്നുപോകുന്നു. അതിനുദാഹരണമാണ് ട്രാഫിക് സിഗ്നലിൽ ഉണ്ടാകുന്ന വഴക്കുകൾ. പുരുഷന്മാർ തമ്മിലാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതിന് പകരം വഷളാവുകയായിരിക്കും പതിവ്. അതിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകമെമ്പാടും ഡിസ്റെസ്പെക്റ്റിനെ മോശമായി നേരിട്ടതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇവരെ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ കുറ്റം പറഞ്ഞു കളയാം. എന്നാൽ നാളെ നമ്മളും ചിലപ്പോൾ ഇതേ സാഹചര്യത്തിൽ എത്തിപ്പെട്ടേക്കാം. ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയൊക്കെ ഡിസ്റെസ്പെക്റ്റിനെ നേരിടാമെന്ന് നമുക്ക് കാണാം. അതിന് നിങ്ങളെ സഹായിക്കുന്ന 8 മാർഗങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും അവസാനം പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായിരിക്കാം. നമ്പർ 1, റിമെയിൻ കാം ആൻഡ് ഡു നോട്ട് റിറ്റൈലേറ്റ്. ആരെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഷ്യം ചിലപ്പോൾ പരിധി വിട്ട് പുറത്ത് വന്നേക്കാം. എന്നാൽ ഇത് വളരെയധികം അപകടം പിടിച്ച ഒരു കാര്യമാണ്. ന്യായമായ കാര്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ദേഷ്യം കൊണ്ട് തല്ലുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല. ലോങ് ടേമിൽ അതെപ്പോഴും കാര്യങ്ങളെ വഷളാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമിതമായി ദേഷ്യപ്പെടുന്നതിന് പകരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ സംബന്ധിച്ചതല്ല എന്ന് ചിന്തിച്ച് ഇമോഷൻസിനെ നിങ്ങളിൽ നിന്നും മാറ്റിവെക്കുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ 10ൽ 9 പ്രശ്നങ്ങളിലും ഇടപെടേണ്ട കാര്യം കൂടിയില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. വാസ്തവത്തിൽ ഡിസ്റെസ്പെക്റ്റ് അല്ല ശരിക്കും ഒരു സാഹചര്യത്തെ മോശമാക്കി തീർക്കുന്നത്. നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ശരിക്കുമുള്ള പ്രാധാന്യം കിടക്കുന്നത്. നമ്പർ 2, സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടാതെ ആർക്ക് വേണമെങ്കിലും ചവിട്ടി നടന്നു പോകാവുന്ന തരത്തിലുള്ള ഒരു ഡോർമാറ്റ് ആകണമെന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ ഡിസ്റെസ്പെക്റ്റിനെ അപ്പാടെ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അനാവശ്യമായ രീതിയിൽ പ്രതികരിക്കാനും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്ന കാര്യം. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി തന്നെ ഒരു പ്രശ്നത്തെ നേരിടാൻ സാധിക്കും. നിങ്ങളുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അവരോട് മാന്യമായി പെരുമാറാൻ ആവശ്യപ്പെടുക. ഒരു വ്യക്തിയോട് നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് കണ്ണുകളിൽ നോക്കി പറയുക. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗ്രൗണ്ടിലേക്ക് നോക്കുകയോ ഐ കോണ്ടാക്ട് നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത്. അത് ഭീരുവിൻ്റെ ലക്ഷണമാണ്. ഒരു സിംഹത്തിൻ്റേത് പോലുള്ള നോട്ടം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അതിലൂടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതാണ്. നമ്പർ 3, റിഫ്ലക്റ്റ് ഓൺ യുവർ സെൽഫ്. ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരിലുള്ള കുറ്റങ്ങൾ മാത്രമാണ് കാണുന്നത്. ഒരു പ്രശ്നത്തിൻ്റെ ഉറവിടം മറ്റൊരാൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് അവരുടെ രീതി. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതും അവരുടെ വാദങ്ങളിൽ ഒന്നായിരിക്കാം. എന്നാൽ എപ്പോഴും സ്വയം അങ്ങേയറ്റം സത്യസന്ധമായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ നിങ്ങളോട് നുണ പറയുന്നത് ഒരു ഐഡിയൽ ക്യാരക്ടറല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളിലും ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാകുന്നതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തി നോക്കുക. എപ്പോഴും നിങ്ങളുടെ മുന്നിലുള്ളയാൾ പറഞ്ഞ കാര്യത്തിലോ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിലോ എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് ഞാൻ പറഞ്ഞതോ ചെയ്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബന്ധമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായേക്കാം നിങ്ങൾ ചെയ്തു പോയ ഏതോ ഒരു കാര്യത്തിൻ്റെ കോൺസിക്വൻസസ് ആയിട്ടാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത് എന്ന്. ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. നമ്പർ 4, കൺസിഡർ ദ സോഴ്സ്. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ പ്രതികരിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഒന്ന് സമാധാനമായി ആലോചിക്കുക. അവർ അങ്ങനെ പെരുമാറുന്നതിന് കാരണം അവരുടെ ജീവിതത്തിലെ വേദനകളും ഇൻസെക്യൂരിറ്റീസ്, ഇഗ്നോറൻസ് തുടങ്ങിയവ കാരണമാണോ എന്നുകൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. വളരെ കുറച്ച് നേരത്തേക്കുള്ള വലിയ കാരണങ്ങളൊന്നുമില്ലാത്ത ഇത്തരം ഇൻട്രാക്ഷൻസിനെ കൂടുതൽ പ്രാധാന്യമുള്ളതായി കണക്കാക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ബെസ്റ്റ് തിങ്. പറ്റാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇൻസൾട്ടിൽ ശ്രദ്ധ നൽകാതെ മുന്നോട്ട് പോവുക. നമ്പർ 5, അക്സെപ്റ്റൻസ്. നിങ്ങൾ ആരാണെങ്കിലും ഏത് തരം കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ഫേസ് ചെയ്തിരിക്കും. എത്ര തന്നെ കൈൻഡ് ആൻഡ് സ്ട്രോങ് ആയാലും നമുക്ക് ചില സമയങ്ങളിൽ ഡിസ്റെസ്പെക്റ്റ് അനുഭവിക്കേണ്ടതായി വരും. അതിനുള്ള കാരണം ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നതാണ്. ഈ റിയാലിറ്റി മനസ്സിലാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കാം എന്നത് നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. നമ്പർ 6, യൂസ് ഹ്യൂമർ. ഡിസ്റെസ്പെക്റ്റിനെ ചെറുക്കുന്നതിന് വേണ്ടി തമാശകൾ ഉപയോഗിക്കുന്നത് വളരെ സബ്റ്റിൽ ആൻഡ് പവർഫുള്ളായ ഒരു സ്കില്ലാണ്.
വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഈസിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രീതിയാണ് തമാശകൾ ഉപയോഗിക്കുക എന്നത്. തീയെ തീ കൊണ്ട് നേരിടാതെ വെള്ളം കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥയാണിത്. നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്റെസ്പെക്റ്റിനെ കഠിനമായി നേരിടില്ല. നിങ്ങളുടെ ലളിതമായ പ്രതികരണം കൊണ്ട് നിങ്ങളെ അപമാനിക്കുന്നവർക്ക് തന്നെ കുറ്റബോധം അനുഭവപ്പെടും. മാത്രമല്ല, വളരെ ലളിതമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മോശമായ ഉദ്ദേശങ്ങളൊന്നുമില്ല എന്നത് വ്യക്തമാവുകയും ചെയ്യും. വളരെ മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് പോലും നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കുറവല്ല, പകരം സിംപ്ലിസിറ്റി ആൻഡ് സ്ട്രെങ്തിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. നമ്പർ 7, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വേർഡായിട്ട് തോന്നാം, എന്നാൽ ചില സമയങ്ങളിൽ ഡിസ്റെസ്പെക്റ്റിനെ നേരിടുന്നതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാൻ ശ്രമിക്കുക. അതിലൂടെ അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറാണ്. സംസാരിക്കുന്ന വ്യക്തി റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കാതിരിക്കുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നത് വളരെ റയറായൊരു സ്കില്ലാണ്. അതിനുള്ള മറുപടിയായി ഡിഫെൻസീവ്ലി ആക്ട് ചെയ്യാതെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക. നമ്പർ 8, ചൂസ് ഫോർഗിവ്നെസ്. മോശമായ രീതിയിൽ പെരുമാറാൻ ഉദ്ദേശിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും ചില വ്യക്തികൾ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമിക്കാൻ പഠിക്കുക. പക കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ചങ്ങലകളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയ്ക്ക് തുല്യമാണ്. എപ്പോഴാണെങ്കിലും ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുക. ആരും തന്നെ ജീവിതത്തിൽ റെസെന്റ്മെന്റ് ഭാരം ചുമന്നു നടക്കാൻ ആഗ്രഹിക്കില്ല. അതിപ്പോൾ ന്യായമതാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ റെസെന്റ്മെന്റ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. വാസ്തവത്തിൽ ഹാപ്പിനെസ് ആൻഡ് ഇന്നർ പീസിനുള്ള ഒരു മാർഗമാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. എന്നാലും ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ ക്ഷമിക്കുന്നതിനായി നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടിവരും. അതിനർത്ഥം നടന്ന കാര്യങ്ങൾ മറന്നു കളയുക എന്നതല്ല, പകരം അനുഭവങ്ങളിൽ നിന്ന് എല്ലാം കിട്ടിയ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്നും കിട്ടിയ നെഗറ്റീവ് ഇമോഷൻസിനെ കളയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു.